അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചിഴച്ച് കാർ യാത്രക്കാർ. എറണാകുളം ചിറ്റൂർ ഫെറിക്ക് സമീപമാണ് ഈ സംഭവം. ചെളി തെറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിന് കാരണമായത്. ശ്യാംകുമാർ ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇത് എപ്പോഴുണ്ടായ സംഭവമാണ് ശ്യാം? ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എസ് ശ്യാംകുമാറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഇത് എപ്പോഴുണ്ടായ സംഭവമാണ് ശ്യാം? ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവരുടെ വീടിന് മുന്നിലൂടെ പോയ ഒരു കാർ ചെളി തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഇവരുമായി, ഈ കാറിലുണ്ടായിരുന്നവരുമായി സന്തോഷ്, ലോറി ഡ്രൈവറാണ് സന്തോഷ്, അയാളുടെ മകൻ അക്ഷയ് എന്നിവർ ചേർന്ന് തർക്കമുണ്ടാകുന്നു. ഈ കാർ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുന്നു. ഇതോടുകൂടി കാറിലുണ്ടായിരുന്നവർ ഇവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുക്കുന്നു. ഇതോടെയാണ് ഇരുവരെയും റോഡിലൂടെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് എടുത്തില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഉയരുന്നത്. എന്നാൽ പോലീസ് നൽകുന്ന വിശദീകരണം പരാതി ഇല്ല എന്ന് ഈ വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരുടെയും ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇരു വിഭാഗത്തിനുമെതിരായിട്ട് കേസ് എടുക്കുമെന്നുള്ളതാണ് നിലവിൽ ചേരാനെല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. ശ്യാംകുമാർ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് എത്രത്തോളം ക്രൂരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പരാതി നൽകിയിട്ടില്ല എന്ന് പോലീസാണ് അറിയിക്കുന്നത്, അതോ ഈ അച്ഛനും മകനും അവർ പറയുന്നുണ്ടോ പരാതി നൽകിയിട്ടില്ല എന്ന്? ശ്യാംകുമാർ, നിലവിൽ പോലീസിൽ നിന്ന് ലഭിച്ച വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഈ സംഭവം ഇന്നലെ വൈകുന്നേരം തന്നെ പോലീസിന്റെ മുന്നിലെത്തിയിരുന്നു. കേസെടുക്കാമെന്ന് പോലീസ് നിലപാട് അറിയിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ പരാതി ഇല്ല എന്ന് ഇവർ പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് പരാതിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പോലീസ് നിർബന്ധിച്ചിരുന്നതായിട്ടാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. കൂടുതൽ പരാതി മുകളിലേക്ക് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകും. കേസിൽ പരാതിയുമായി മുന്നോട്ട് പോകും. കാരണം ഈ കാറിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഇരുവർക്കും വലിയ അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും വാക്കുതർക്കം ഉണ്ടാകുകയും റോഡിൽ നിൽക്കുന്ന രണ്ടുപേരെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അതിന് ദൃശ്യങ്ങളുടെ സഹിതം ലഭിച്ച പരാതിയിൽ പോലീസ് കേസ് എടുത്തില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബം വ്യക്തമാക്കുന്നത്. ശ്യാംകുമാർ, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ കാറിന്റെ നമ്പർ അടക്കം വ്യക്തമാണല്ലോ. അത്തരമൊരു പരാതി ഉണ്ടെങ്കിൽ പോലീസിന് വളരെ വേഗം നടപടി സ്വീകരിക്കാവുന്നേ ഉള്ളൂ. ആ നമ്പർ അത് വ്യക്തമാകുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ? തീർച്ചയായും ഉന്മേഷ, ഈ ഒരു സംഭവത്തിൽ പോലീസിന് പരാതി ലഭിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം കൺമുന്നിൽ നടന്നത് വലിയൊരു നിയമലംഘനമാണ്. റോഡിൽ ഒരു വാഹനത്തിന്റെ കടന്നുപോകലും ചെളിതെറിക്കലുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം ഉണ്ടായെങ്കിൽ പോലും റോഡിൽ നിന്നവരെ കാറിനൊപ്പം ഓടിച്ചുകൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അവരുടെ ജീവന് പോലും അപകടം ഉണ്ടാക്കാവുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കാനുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതുപോലും അവർ ചെയ്തില്ല. വീട്ടുകാർ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത വസ്തുത കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതേ വീട്ടുകാർ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാംകുമാർ, ഈ ദൃശ്യത്തിലുള്ള അച്ഛനെയും മകനെയും അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? അവരോട് ഈ കാര്യങ്ങൾ ആരായാൻ സമയം കിട്ടിയിരുന്നോ ശ്യാംകുമാർ? നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. ഇവരുമായി സംസാരിക്കാനുള്ള സമയം ലഭിച്ചിരുന്നില്ല. അവരുടെ സഹോദരിയുമായിട്ടാണ് സംസാരിച്ചത്. ആ കുട്ടി ഉൾപ്പെടെ പറയുന്നത് ഇന്നലെ സമയത്ത് അവിടെ അവരുണ്ടായിരുന്നു. അവരാണ് ആ കരഞ്ഞുകൊണ്ട് ആ കാറിന്റെ പുറകിലൂടെ ഓടിയിരുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷമാണ് പോലീസിനെ സമീപിച്ചത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് എടുത്തില്ല, പരാതി വേണ്ട എന്ന് പറയുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഔദ്യോഗികമായി പറയുന്നത് പരാതി ഇല്ല എന്ന് ഈ വീട്ടുകാർ പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ പോലീസിന് കേസെടുക്കാവുന്ന ഒരു സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരായിട്ട് പരാതിയുമായി ഉയർന്ന തലങ്ങളിലേക്ക് പോകാനാണ് ഈ വീട്ടുകാരുടെ തീരുമാനം. ഈ കാർ നമ്പർ, നേരത്തെ ഉന്മേഷ് പറഞ്ഞ പോലെ കാറിന്റെ നമ്പർ സഹിതം ഇപ്പോൾ കണ്ടുപിടിക്കാനും വാഹനോടമയെ കണ്ടുപിടിക്കാനും വലിയ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ്, ശരി. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ചിറ്റൂർ ഫെറിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്.